ഹീലിംഗ് പ്രേയേഴ്സ് 2 എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് സാമ്പത്തിക തകർച്ചയിലാണ് പല വ്യക്തികളും കഴിയുന്നത്. ദാരിദ്ര്യവും പട്ടിണിയിലും ആരോടും നമ്മുടെ അവസ്ഥയെക്കുറിച്ച് പുറത്തു പറയാൻ കഴിയാതെ സാമ്പത്തിക തകർച്ചയിലും ബുദ്ധിമുട്ടുകളിലും കടബാധ്യതകളിലുമാണ് അനേകം വ്യക്തികൾ, കുടുംബങ്ങൾ, ബിസിനസ്സുകാർ ഇന്ന് കഴിയുന്നത്. ഇന്ന് നാം ഓരോരുത്തരും സമ്പത്തിൻ്റെ കുറവ് കൊണ്ട്, പണത്തിൻ്റെ ദാരിദ്ര്യം കൊണ്ട് പല കാര്യങ്ങളും നാം മാറ്റിവെച്ചിരിക്കുന്നു. നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ, വിവാഹം, പഠനം എല്ലാം സ്തംഭനാവസ്ഥയിലായിരിക്കുന്നത് നമ്മുടെ സാമ്പത്തിക തകർച്ച കൊണ്ടാണ്. ഇന്ന് നാം ഹൃദയം തുറന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഒരു പുതിയ വഴി എനിക്ക് തുറന്നു തരണമേ. എൻ്റെ സമ്പത്തിനെ വർദ്ധിപ്പിക്കുവാൻ എനിക്ക് ഒരു പുതിയ ജോലി മേഖല, വരുമാന മേഖല, ബിസിനസ് മേഖല എനിക്ക് തുറന്നു തരണമേ എന്ന ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ശക്തി ഇന്ന് നമ്മിൽ പ്രകടമാകുവാൻ വിശ്വാസത്തോടെ നമ്മുടെ സാമ്പത്തിക ആവശ്യങ്ങളെക്കുറിച്ചുള്ള നിയോഗങ്ങൾ സമർപ്പിച്ച് ഈ പ്രാർത്ഥനയിൽ അവസാനം വരെ പ്രാർത്ഥിക്കുക. കർത്താവ് കരുണ തോന്നി നമ്മെ അനുഗ്രഹിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം: എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് അങ്ങയുടെ അത്ഭുത വചനത്തിൻ്റെ ശക്തിയാൽ, അങ്ങയുടെ കാരുണ്യത്തിൻ്റെ ബഹുത്വപ്രകാരം അങ്ങയോട് ചോദിക്കുന്നവർക്ക് അങ്ങ് നൽകും എന്ന ഉറച്ച വിശ്വാസത്തിന്മേൽ ഇന്ന് ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ കടന്നു വരുന്നു. കർത്താവെ, സമ്പത്തിൻ്റെ കുറവുകൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന പരിഹാസവും അപമാനവും താഴ്ത്തിക്കെട്ടലും കുറ്റം പറച്ചിലുകളും, ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ അനാവശ്യമായ വാക്കുകൾ, പ്രവൃത്തികൾ, ഇതെല്ലാം ദൈവമേ, സാമ്പത്തികമായി തകർന്ന അവസ്ഥയിലുള്ള ഞങ്ങളെ കൂടുതൽ തകർച്ചയിലേക്ക് നയിക്കുന്ന വിധം ദൈവമേ, ഇത്തരം വാക്കുകൾ ഞങ്ങൾ കേട്ട് ഞങ്ങൾ മടുത്തിരിക്കുന്നു. ഈ സമയം ഞങ്ങളുടെ സമ്പത്തിൻ്റെ തകർച്ച കാരണം, സമ്പത്തിൻ്റെ ഇല്ലായ്മ കാരണം, വരുമാന മാർഗത്തിൽ സംഭവിച്ച ക്ഷതം കാരണം ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വചനം ഇപ്രകാരം പറയുന്നു: എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. കർത്താവേ, ഈ വചനത്തിൽ നിന്ന് ഞങ്ങൾ അർത്ഥമാക്കുന്നത്, പിതാവായ ദൈവത്തിന്, സ്വർഗീയ പിതാവിന് ഞങ്ങൾക്കെല്ലാം നൽകുവാൻ സാധിക്കും എന്നതും, എൻ്റെ സ്വർഗീയ പിതാവ് മഹാസമ്പന്നനാണ് എന്നതും, എനിക്കാവശ്യമുള്ളതെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉണ്ട് എന്നുള്ളതും ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എനിക്കാവശ്യമുള്ളതെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന വ്യക്തി അത് യേശു ക്രിസ്തു ആണ് എന്നും ഞാൻ വിശ്വസിക്കുന്നു. പിതാവായ ദൈവമേ, യേശു ക്രിസ്തു വഴി ഇന്ന് ഞങ്ങൾക്കാവശ്യമുള്ള സമ്പത്തിനെ നൽകി അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. സാമ്പത്തിക തകർച്ചയിൽ നിന്ന് ഞങ്ങളെ കരകയറ്റണമേ. കർത്താവെ, എല്ലാവർക്കും അവിടുന്ന് ഒരുപോലെ ദാനങ്ങൾ നൽകുന്നവനാണ്. എന്നാൽ ഞങ്ങൾക്ക് നൽകിയ ദൈവിക ദാനങ്ങളെ വേണ്ട വിധം ഞങ്ങൾ ഉപയോഗിക്കാഞ്ഞതിനാൽ അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ കഴിവുകളെ, ഞങ്ങളുടെ ബുദ്ധിയെ, ഞങ്ങളുടെ ജ്ഞാനത്തെ, വിവേകത്തെ, ഞങ്ങളുടെ ആരോഗ്യത്തെ, ഞങ്ങളുടെ സമയത്തെ, ഞങ്ങളുടെ പഠനത്തെ, ഞങ്ങളുടെ അറിവിനെ വേണ്ട വിധം ഞങ്ങൾ ഉപയോഗിക്കായകയാൽ ഞങ്ങൾ ഇന്ന് സാമ്പത്തികമായി തളർന്ന അവസ്ഥയിലാണ്. കർത്താവേ,
ഈ അവസ്ഥയിൽ നിന്നും ഞങ്ങൾക്കൊരു മോചനം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കഴിവുകളെ വീണ്ടും ഉപയോഗിക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ സഹായത്തോടെ, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ഞങ്ങളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ഓരോ കഴിവുകളെയും അത് പണമാക്കി മാറ്റാൻ, സമ്പത്താക്കി മാറ്റാൻ ദൈവമേ അങ്ങയുടെ സമൃദ്ധിയിൽ നിന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഇതിനുള്ള കൃപയ്ക്കു വേണ്ടി ഞാൻ അങ്ങയോട് ഇന്ന് ചോദിക്കുന്നു. കർത്താവേ, അങ്ങെല്ലാ ജനങ്ങൾക്കും സമ്പത്തുണ്ടാക്കുവാനും ഈ ലോകത്തിൽ ആവശ്യമായ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുവാനുമുള്ള കൃപയും കരുത്തും ഒരുപോലെ നൽകിയിട്ടുണ്ട്. എന്നാൽ പല വ്യക്തികൾ അത് ഉപയോഗിക്കുകയും അവർ സമ്പന്നരായി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ ദൈവമേ, ഇന്ന് ഞാൻ അത് ഉപയോഗിക്കാതെ അലസതയിൽ കഴിഞ്ഞ് എൻ്റെ ഉള്ള സമ്പത്ത് കൂടി, എൻ്റെ മാതാപിതാക്കളിൽ കൂടി, പൂർവികരിൽ കൂടി കിട്ടിയ സമ്പത്ത് കൂടി ഞാൻ ദുരുപയോഗിച്ച് മദ്യപാനത്തിലൂടെയും ചൂതുകളിയിലൂടെയും മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിലും അലസതയിലും മടിയിലും മറ്റു സുഖലോലുപതയിലും കഴിഞ്ഞ് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഓടിമാറി ഞാൻ പൂർവീകരുടെ സ്വത്തുക്കൾ ദുരുപയോഗം ചെയ്ത്, എൻ്റെ മാതാപിതാക്കളുടെ സ്വത്തുക്കൾ ദുരുപയോഗം ചെയ്ത്, ഞാൻ തന്നെ ഉണ്ടാക്കിയ എൻ്റെ സ്വത്തുക്കൾ ദുരുപയോഗം ചെയ്ത് ഇന്ന് എൻ്റെ മക്കളും കുടുംബാംഗങ്ങളും ഇന്ന് ദാരിദ്ര്യത്തിൽ കഴിയുന്നു. എൻ്റെ കർത്താവേ, അങ്ങെല്ലാവർക്കും ഒരുപോലെ കൃപ നൽകിയതാണ്, ജ്ഞാനം നൽകിയതാണ്. ഈ ലോകത്തിൽ ഞങ്ങളെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ മേഖലകളിലും ഉറപ്പും ബലവും അനുഗ്രഹവും, ഞങ്ങൾക്ക് ആവശ്യമായ സമ്പത്തുണ്ടാക്കുന്നതിനുള്ള വഴിയും ബുദ്ധിയും കഴിവും ആരോഗ്യവും വിവേകവും അങ്ങ് ഞങ്ങളിൽ ഓരോരുത്തർക്കും നിക്ഷേപിച്ചിട്ടുണ്ട്. കർത്താവെ, ഈ കഴിവിനെ ഉപയോഗിച്ച് അത് പണമാക്കി മാറ്റുവാൻ ഇന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ, ഇന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാൽ കർത്താവെ, ഞങ്ങളുടെ സമ്പദ് മേഖലയെ അഭിവൃദ്ധിപ്പെടുത്തുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കഴിവുകളെ ഉപയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും എന്ന വചനത്തിന്റെ ശക്തിയിൽ ദൈവമേ, ഇന്ന് ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും, ഈ പ്രാർത്ഥന മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും അവിടുത്തെ സമ്പത്തിന്റെ കലവറ തുറന്നുകൊടുത്ത് അവിടുത്തെ ബുദ്ധിയും ജ്ഞാനവും ഞങ്ങളിൽ കൂടുതൽ നിവേശിപ്പിച്ച് ദൈവമേ, പണമുണ്ടാക്കുവാൻ ഏറ്റവും നല്ല രീതിയിൽ, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ സമ്പത്തുണ്ടാക്കുവാൻ ദൈവമേ, അങ്ങ് ഞങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ബുദ്ധിയെയും കഴിവുകളെയും ഇന്നോളമുള്ള ഞങ്ങളുടെ ജീവിത അനുഭവങ്ങളെയും ഉപയോഗിക്കുവാൻ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, അങ്ങയുടെ സമ്പത്തിന്റെ ഭണ്ഡാരം തുറന്ന്, അങ്ങയുടെ സമ്പത്തിന്റെ കലവറ തുറന്ന് അധ്വാനിക്കാൻ ആഗ്രഹിക്കുന്ന, ജീവൻ നിലനിർത്തുവാൻ, കുടുംബത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ നിലനിർത്തുവാൻ, കുടുംബത്തിന്റെ ദൈനംദിന ആവശ്യങ്ങൾ നിലനിർത്തുവാൻ, മക്കളുടെ വിവാഹത്തിന് ആവശ്യമായ സമ്പത്തുണ്ടാക്കുവാൻ, വീട് പണിക്ക് ആവശ്യമായ സമ്പത്തുണ്ടാക്കുവാൻ, മക്കളുടെ പഠനത്തിന് ആവശ്യമായ സമ്പത്തുണ്ടാക്കുവാൻ, ജീവിതമാർഗത്തിന്, ദൈനംദിനമുള്ള ജീവിതമാർഗത്തിനുള്ള സമ്പത്തുണ്ടാക്കുവാൻ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ കഴിവുകൾ അത് എന്താണെങ്കിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കഴിവുകൾ ഉപയോഗിക്കുവാൻ ഇന്ന് അങ്ങയുടെ ജ്ഞാനത്തിന്റെ കലവറ തുറന്ന്, ബുദ്ധിയുടെ കലവറ തുറന്ന്, അനുഗ്രഹങ്ങളുടെ കലവറ തുറന്ന് ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവ്, അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ വീണ്ടും ക്ഷണിച്ചിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, അങ്ങ് ഏറ്റവും ദയാലുവും ഉദാരമതിയുമാണല്ലോ. കർത്താവേ, അങ്ങ് എപ്പോഴും ഞങ്ങളോട് കരുണ കാണിക്കുന്നതിനും ഓരോ പ്രാവശ്യവും ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുന്നതിനും അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. പിതാവായ ദൈവമേ, എല്ലായിടത്തുമുള്ള എല്ലാ ജനങ്ങളോടും എല്ലാ തലമുറകളോടുമുള്ള അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും വിശാല മനസ്കതയും
തിരുവെഴുത്തുകളിലൂടെയും വളരെയധികം അങ്ങ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ. കർത്താവെ, ഈ വിശ്വാസത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധി അണയുമ്പോൾ അങ്ങയുടെ ഉദാര മനസ്കതയും മഹത്വവും ഞങ്ങൾ ഇപ്പോൾ ഓർത്തു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, പരിത്യജിക്കുകയില്ല എന്ന് അങ്ങയുടെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നല്ലോ. കർത്താവെ, ഞങ്ങളുടെ രക്ഷയ്ക്കായി സ്വയം ശൂന്യമായി ഞങ്ങൾക്ക് വേണ്ടി സ്വജീവൻ പോലും ബലി കഴിച്ച അങ്ങയെപ്പോലെ ഒരു ദൈവം ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങൾ എത്രയോ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഞങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടിയുള്ള അങ്ങയുടെ ശക്തി ഞങ്ങളെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും കാൾ എത്രയോ ഉന്നതമാണ്. കർത്താവെ, എപ്പോഴൊക്കെ ഞങ്ങൾ പ്രശ്നങ്ങളിൽ അകപ്പെടുമ്പോഴും ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോഴും പിതാവായ ദൈവമേ, ഞങ്ങളോടുള്ള അങ്ങയുടെ ഈ അനന്തമായ സ്നേഹവും അങ്ങയുടെ അനന്ത നന്മകളും കാരുണ്യവും ഹൃദയത്തിൽ പ്രാർത്ഥനയുമായി ആദ്യം അങ്ങയുടെ സന്നിധിയിൽ ഓടി വരാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നതും പ്രചോദിപ്പിക്കുന്നതും കർത്താവെ, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നതിനാലാണ്. ഈശോയെ, ഇപ്പോൾ വൻ സാമ്പത്തിക തകർച്ചകളിൽ കഴിയുന്നവരെയും ചെറുതും വലുതുമായ സാമ്പത്തിക ക്ലേശങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരെയും എൻ്റെ കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവെ, ജോലി നഷ്ടപ്പെട്ടു പോയ എല്ലാവരെയും ഈ സമയം സമർപ്പിക്കുന്നു. വരുമാനം നിലച്ചുപോയ എല്ലാവരെയും സമർപ്പിക്കുന്നു. കർത്താവെ, ജോലിയിൽ ആത്മാർത്ഥമായി സേവനം ചെയ്തിട്ടും ആവശ്യത്തിനുള്ള ശമ്പളം ലഭിക്കാത്തതിനാൽ കർത്താവെ, തകരുന്ന ഞങ്ങളുടെ ജീവിതത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ജോലിയില്ലാത്തതിനാൽ കൂലിയില്ല എന്ന ബിസിനസ് നയങ്ങളാൽ ദുരിതപ്പെടുന്ന, വേദനിച്ച് ദുഃഖിക്കുന്ന എല്ലാവരെയും ഈ സമയം ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. തകർന്നുപോയ, തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന ബിസിനസ്സുകാരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, ഈ മാസം അടച്ചു തീർക്കേണ്ടതായ ബാങ്ക് ലോണുകളെ അടച്ചു തീർക്കാൻ കഴിയാതെ, ഈ മാസം കൊടുത്തു തീർക്കാനുള്ള കടബാധ്യതകളെ വീട്ടി തീർക്കാൻ കഴിയാതെ ദുഃഖിക്കുന്ന ഇവരുടെ വേദനയും ദുഃഖവും നിരാശയും ഭയവും അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവെ, അടിക്കടി ഉണ്ടാകുന്ന സാമ്പത്തിക തകർച്ചകളെയും അതിന് പ്രകാരമുള്ള മറ്റു പ്രശ്നങ്ങളെയും പ്രതി ഹൃദയത്തിൻ്റെ അന്തരംഗത്തിൽ നെടുവീർപ്പിട്ട് നിശബ്ദമായി കരയുന്നവരെ സ്നേഹപിതാവെ, ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നു. കർത്താവെ, സാമ്പത്തിക തകർച്ചകളെ പ്രതി വ്യക്തിപരമായും കുടുംബത്തിലും ചെലവ് ചുരുക്കി ജീവിക്കുന്നതിനാലുള്ള എല്ലാവരുടെയും കുടുംബാംഗങ്ങളുടെ പ്രത്യേകമായി നിരാശയും വേദനയും സഹനങ്ങളും അങ്ങയുടെ സ്ഥിരസഹനങ്ങളോട് ഞങ്ങൾ ഈ സമയം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. സ്നേഹവാനായ ദൈവമേ, അങ്ങയുടെ സമ്പത്തിന്റെ കലവറ തുറന്ന് ഞങ്ങളെ ഓരോരുത്തരെയും സാമ്പത്തിക അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളോട് കരുണയും അനുകമ്പയുമുള്ള ദൈവമേ, അങ്ങയുടെ മുൻപിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും സഹനങ്ങളെ അങ്ങയുടെ കരുണാദ്രമായ മിഴികളാൽ അനുകമ്പയോടെ നോക്കണമേ. കർത്താവേ, അവിടുന്ന് വേഗം വന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും സുഖപ്പെടുത്തി ഞങ്ങളുടെ സമ്പത്തിനെയും തൊഴിലിനെയും അനുഗ്രഹിച്ച് സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ സാമ്പത്തിക തടസ്സങ്ങളും നീക്കി, ജോലിയിലുള്ള തടസ്സങ്ങൾ നീക്കി, നഷ്ടങ്ങൾ നീക്കി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സമ്പത്തിന്റെ മേഖലകളെ അനുഗ്രഹിച്ച് ഉയർത്തണമേ. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും സമ്പത്താക്കുവാൻ, ഞങ്ങൾക്ക് നൽകിയ സമയത്തെ സമ്പത്താക്കുവാൻ, ഞങ്ങൾക്ക് നൽകിയ പഠനത്തെ സമ്പത്താക്കുവാൻ, ഞങ്ങൾക്ക് കൂടുതൽ ജ്ഞാനവും വിവേകവും അറിവും നൽകി കൂടുതൽ ജോലിയുടെ മേഖലകളെ തുറന്നു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അധ്വാനിച്ച് ഞങ്ങൾ തന്നെ സ്വന്തമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ സഹായത്തോടെ ജോലി ചെയ്യുവാൻ, ഏതെങ്കിലും ബിസിനസ് തുടങ്ങുവാൻ, മൂലധനം കൂടാതെ തന്നെയുള്ള ചെറിയ ചെറിയ ബിസിനസ് തുടങ്ങുവാൻ, ഞങ്ങളുടെ ഓരോ കഴിവുകളെയും ബിസിനസ്സാക്കി മാറ്റുവാൻ
ദൈവമേ, ഇന്ന് ഞങ്ങൾക്കതിനുള്ള ചുറ്റുപാട് ഒരുക്കി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലേക്കും കുടുംബ ജീവിതത്തിലേക്കും സമ്പത്ത് ധാരാളമായി ഒഴുകിയെത്തുവാൻ, അങ്ങനെ സമ്പത്തിൻ്റെ വാതിലുകളെ, അവസരങ്ങളുടെ വാതിലുകളെ ഞങ്ങൾക്ക് നേരെ തുറക്കണമേ. ദൈവമേ, കൂടുതൽ അവസരങ്ങൾ നൽകി ഞങ്ങളുടെ സാമ്പത്തിക ദുരിതത്തിൽ നിന്ന് എന്നേക്കുമായി കരകയറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ സാമ്പത്തിക മേഖല ഭദ്രമാക്കുവാൻ, എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെ സഹായിക്കുവാൻ അങ്ങയുടെ ശക്തമായ വചനവും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഞങ്ങളിലേക്ക് അയക്കണമേ. ഞങ്ങളുടെ ഭവനത്തിലും ജോലിയിലും ബിസിനസ്സിലും സാമ്പത്തിക അനുഗ്രഹങ്ങളും കൂടുതൽ അവസരങ്ങളും കടന്നു വരാൻ കർത്താവേ, അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. എല്ലാ തകർച്ചകളിൽ നിന്നും, ബന്ധനങ്ങളിൽ നിന്നും, സാമ്പത്തിക അരക്ഷിതാവസ്ഥയിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും സമയത്തെ വേണ്ട വിധം ഉപയോഗിക്കുവാൻ, അങ്ങനെ സാമ്പത്തിക മേഖലയിൽ ഞങ്ങൾക്ക് ഉയർച്ച ലഭിക്കുന്നതിന് പുതിയ അവസരങ്ങളെ ഞങ്ങൾക്ക് കാണിച്ചു തരികയും ഞങ്ങൾക്ക് മുന്നുള്ള ഓരോ അവസരങ്ങളെയും ഉന്നതിനും കർത്താവെ ഇന്ന് ഞങ്ങളെ പഠിപ്പിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമയം നിങ്ങളുടെ സാമ്പത്തികമായ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മൗനമായി ദൈവസന്നിധിയിൽ നമ്മുടെ സാമ്പത്തിക ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരമപരിശുദ്ധനും ഞങ്ങളുടെ പരിപാലകനും സംരക്ഷകനുമായ ദൈവമേ, ഞങ്ങളുടെ സാമ്പത്തിക തകർച്ചകളെ അവിടുന്ന് നീക്കം ചെയ്ത് സാമ്പത്തിക ആവശ്യങ്ങളെ എല്ലാം സാധിച്ചെടുക്കുന്നതിന് സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകി, സാമ്പത്തിക സുരക്ഷിതത്വം നൽകി ഞങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തുന്നതിന് ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങളുടെ സമ്പത്തിന്റെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് ഏറ്റെടുക്കുകയും ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരം നൽകുകയും ചെയ്ത ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിന്റെ മാലാഖമാരെ, ഞങ്ങളോട് സാമ്പത്തിക സഹായങ്ങൾ, സാമ്പത്തിക ആവശ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ എല്ലാവരുടെയും നിയോഗങ്ങളെ, കടബാധ്യതയിൽ നിന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞ എല്ലാവരുടെയും നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. സമ്പത്തില്ലാത്തതിനാൽ തകരുന്ന വ്യക്തികളെ, കുടുംബങ്ങളെ, വ്യക്തിബന്ധങ്ങളെ, കുടുംബ ബന്ധങ്ങളെ, ബിസിനസ് തകർച്ചകളെ എല്ലാം അമ്മേ അങ്ങയുടെ വിമല ഹൃദയത്തിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ നൽകി ദൈവം നൽകിയ കഴിവുകളെ എല്ലാം, സമയത്തെ, അറിവിനെ സമ്പത്താക്കി മാറ്റുവാൻ ഞങ്ങൾ തന്നെ പുതിയ അവസരങ്ങൾ കണ്ടുപിടിക്കുവാനുള്ള കൃപയ്ക്കു വേണ്ടി പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ഓരോ ആഗ്രഹങ്ങളും പൂവണിയുന്നിടം വരെ അമ്മ ഇതിനു വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ചാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം കൂടുതൽ സാമ്പത്തികമായി ഉയരുവാൻ പുതിയ അവസരങ്ങൾ നമുക്ക് നൽകുകയും നമുക്ക് മുന്നിൽ വെക്കുന്ന ഓരോ അവസരങ്ങളെയും അത് നഷ്ടപ്പെടുത്താതെ ഉപയോഗിക്കുവാനുള്ള ദൈവിക കൃപാവരങ്ങളാലും നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ.